കേരളത്തിലെ ലക്ഷക്കണക്കിന് പെന്തക്കോസ്തുകാരുടെ പ്രതിനിധികളെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരെയും വിശ്വാസ സമൂഹത്തെയും പറ്റിക്കുന്ന പെന്തക്കോസ് കൗൺസിലർ എന്ന കടലാസ് പുള്ളിയെ വിശ്വാസികൾ തിരിച്ചറിയുക തന്നെ വേണം. ഇതിന്റെ പ്രസിഡന്റ് കോടിക്കണക്കിന് രൂപ പെന്തക്കോസ്ത് വിശ്വാസികളിൽ നിന്നും പാസ്റ്റർമാരിൽ നിന്നും പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിയെടുത്ത് ജയിലിലായ ചരിത്രം ലോകമെങ്ങും പാട്ടാണ്. ഇപ്പോഴത്തെ ഇതിന്റെ തലവനും മതം മാറി വന്ന പാണ്ടനാട്ടുകാരനും ചില ഭാരവാഹികളും ചേർന്ന് പാസ്റ്റർമാരുടെ കയ്യിൽ നിന്നും വിശ്വാസികളുടെ കയ്യിൽ നിന്നും കോടിക്കണക്കിന് രൂപ ബ്ലേഡ് ബാങ്കിൽ അടപ്പിച്ച് കമ്മീഷൻ അടിച്ചു മാറ്റിയത് നാട്ടിൽ പാട്ടായ കാര്യമാണ്. ഇപ്പോൾ വീണ്ടും പുതിയ തട്ടിപ്പിന് കളമൊരുക്കുകയാണ്. വിശ്വാസികളിൽ നിന്നും പലിശ നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച പണം തിരികെ വാങ്ങിക്കൊടുക്കാമെന്നാണ് വിശ്വാസികളുടെ ചോദ്യം. ഈ വ്യാജന്മാർക്കെതിരെ എറണാകുളത്ത് ചേർന്ന നാഷണൽ പെന്തക്കോസ് കൗൺസിൽ ശക്തമായി പ്രതിഷേധിച്ചിരിക്കുകയാണ്. പുതിയ തട്ടിപ്പായ ഈ സംഘടനയുടെ പേരിൽ പണപ്പിരിവിനായി വിദേശത്ത് കറങ്ങുകയാണ് മതം മാറി വന്ന പാണ്ടനാട്ടുകാരൻ. വിദേശത്തുള്ള ദൈവമക്കൾ സൂക്ഷിക്കുക, പാണ്ടനാട്ടുകാരൻ ഒരു സഭയെ നശിപ്പിച്ച മഹാകള്ളനാണ്. മുളക്കുഴ കേന്ദ്രമാക്കിയ സഭയിൽ രാഷ്ട്രീയവും തമ്മിൽ തല്ലും കൊണ്ടുവന്ന കക്ഷിയാണ് ഈ പാണ്ടനാട്ടുകാരൻ. ഇവൻ പാക്കിലെ സഭയിൽ മെമ്പറാകാൻ ചെന്നു, അവർ സ്വീകരിച്ചില്ല. ഒരു മെഡിക്കൽ കോളേജ് നടത്തുന്നത് പെന്തക്കോസ് വിശ്വാസിയെ കറക്കി അടിച്ച് തിരുവല്ലയിലുള്ള അദ്ദേഹത്തിന്റെ ബിൽഡിംഗ് ഓഫീസായി ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു സ്ഥാനവും വെച്ച് നീട്ടിയിട്ടുണ്ട്. ഈ കടലാസ് പുലി സംഘടനയിൽ അദ്ദേഹം വീണുപോയതാണ്. അദ്ദേഹത്തിന്റെ പൈസ തട്ടുകയാണ് ഇവരുടെ മറ്റൊരു ലക്ഷ്യം. പല പ്രശ്നങ്ങളുടെയും പേരിൽ സഭ പുറത്താക്കിയവരും സഭയിൽ രാഷ്ട്രീയം കളിക്കുന്നവരും സഭയെ വഞ്ചിച്ചവരുമാണ് ഈ സംഘടനയിലുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫോട്ടോ പ്രേമികളെയും പൊങ്ങന്മാരെയും വിളിച്ചുകൂട്ടി ഓരോ ചുമതലകൾ നൽകി പെന്തക്കോസ് സഭയെ രാഷ്ട്രീയക്കാരുടെ തൊഴുത്തിൽ കെട്ടാൻ അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. തിരുവല്ലയിൽ തന്നെ ഇത്തരം കടലാസ് സംഘടനകൾ പെന്തക്കോസ്തിന്റെ പേരിൽ 4-5 എണ്ണമുണ്ട്. കോട്ടയത്തും കേന്ദ്രമാക്കി 2 കടലാസ് സംഘടനയുണ്ട്. വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ എന്നിവ മുന്നിൽ കണ്ട് വൻ തുക അടിച്ചു മാറ്റാം എന്ന പ്രതീക്ഷയിൽ വീണ്ടും പെന്തക്കോസ് കൗൺസിൽ എന്ന പേരിൽ രജിസ്ട്രേഷൻ പോലുമില്ലാത്ത ഈ സംഘടന രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പെന്തക്കോസുകാർ സൂക്ഷിക്കുക തന്നെ വേണം. നിങ്ങളെയും ഇവന്മാർ വിറ്റ് കാശാക്കും.